അറിയേണ്ട വിഷമിക്കണ്ട അപ്പൊ വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോണുണ്ട്. പിന്നെ 2018 അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. ഞാനപ്പോൾ ഏകദേശം 2018 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓരോ മഴക്കാലം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ അളവ് വെക്കും, അല്ലെങ്കിൽ ഒരു കോലെടുത്ത് വരച്ചിടും. ഇതിനിപ്പുറത്തേക്ക് കയറുന്നുണ്ടാ, എന്തോരം സ്പീഡിലാണ് കയറുന്നത്. ഇത് അപ്പോഴാണ് എനിക്ക് ടെൻഷൻ ആയത്. പക്ഷെ അത്രയും നേരം ഞാൻ ചിരിച്ചും കളിച്ചിരുന്ന ഞാൻ അപ്പൊ ഇങ്ങനെ ഫയർഫോഴ്സ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രക്ഷപ്പെടുന്നു പറഞ്ഞു. വാ ചേർത്ത് പിടിച്ചിട്ട് ഒന്നും പറ്റൂല, എന്താ കരടിയെ പോയിച്ച്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓപ്പോസിറ്റിൽ നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതിന്റെ ഒരു എഫക്റ്റ് മനസ്സിലായത്. അറിയേണ്ട വിഷമിക്കണ്ട അപ്പൊ വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോണുണ്ട്. അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, ഞാനുണ്ട്. അപ്പൊ മാത്രമില്ല, ആ പുള്ളിക്കാരൻ എന്നെ എടുത്തിട്ട് വന്ന ആളുടെ കഴുത്ത് വരെ എന്റെ കാലൊക്കെ മുങ്ങി, കഴുത്ത് വരെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ കഴുത്ത് വരെ വെള്ളത്തിൽ വെച്ചിട്ടാണ് എന്നെ എടുത്തോണ്ട് പുള്ളിക്കാരൻ നടന്നത്. ാണെങ്കിലും ഞങ്ങൾക്ക് ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഡ്രസ്സ് പോലും എടുക്കാണ്ട് കൈവീശി വന്ന കടക്കാരിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഞാൻ ഇന്നലെ ന്യൂസൊക്കെ കണ്ടപ്പോഴാണ് കേട്ടോ, അതിൽ ഫുള്ളി ഫ്ലഡ്, അതേപോലെ തന്നെ ഉരുൾപൊട്ടൽ, പിന്നെ മണ്ണിടിച്ചിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ 2018 അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം, അതാകുമ്പോഴത്തേക്കും എൻ്റെ മെമ്മറി റിസ്റ്റോർ ചെയ്യുന്ന രീതിയിലാകും, അതേപോലെ തന്നെ എൻ്റെ മെമ്മറീസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന രീതിയിലാകും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇത് എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നെനിക്കറിയില്ല. അത്യാവശ്യം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാനപ്പോൾ ഏകദേശം 2018 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ 2018 മുന്നേ ഉള്ള ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 8ാം ക്ലാസ്സിന് മുന്നേ ഉള്ള ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓരോ മഴക്കാലം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇപ്പോഴും വലിയ ഇതൊന്നുമില്ല, എന്നാലും ഉള്ളിലൊരു പേടിയാണ്. ഓരോ പ്രാവശ്യം ഇങ്ങനെ മഴക്കാലം വരുമ്പോഴത്തേക്കും പേടിയാണ്. പക്ഷെ പണ്ടതൊക്കെ പറഞ്ഞിട്ട് പേടിയൊന്നുമില്ല, ഭയങ്കര സന്തോഷമാണ്. മഴയത്ത് ഇറങ്ങി കളിക്കുക, തോട്ടിൽ പോയി കുളിക്കുക, അതേപോലെ ചൂണ്ടയിടാൻ പോവുക. മഴക്കാലത്താണല്ലോ ഈ കൂടുതൽ മീനുകളൊക്കെ ഉണ്ടാവുക. ചൂണ്ടയിടാൻ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മഴക്കാലത്തായിട്ട് നടക്കുന്നത്. വേനൽക്കാലത്തിലേലും കൂടുതലായിട്ട് പുറത്തിറങ്ങാനും തോന്നുന്നത് മഴക്കാലത്താണ്. വേനൽക്കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലും നല്ല ചൂടാണ്. ഈ മഴക്കാലത്ത് നല്ല തണുപ്പാണല്ലോ, പകലാണെങ്കിൽ പോലും നല്ല തണുത്ത മഴ. പുതിയ ഈ മഴക്കാലത്ത് ഫസ്റ്റ് മഴക്കാലത്താണ് നമ്മൾ സ്കൂളിൽ പോയി തുടങ്ങുക. പുതിയ യൂണിഫോം, പുതിയ ബാഗ്, പുതിയ കൊട, പുതിയ റെയിൻകോട്ട്, നല്ല മണമുള്ള ബുക്ക്, ഇതൊക്കെ ആ മഴക്കാലത്തിന്റെ മെമ്മറീസിൽ പെടും ഈ സ്കൂള് തുറക്കുന്ന ടൈമൊക്കെ. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു എനിക്ക് 2018 ക്ലാസ്സിന് മുന്നേ വരെയുള്ള മഴക്കാലം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം തന്നെ ഓർമ്മകൾ ഉണ്ടായിരുന്നു. പക്ഷെ 2018 അപ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു. സത്യത്തിൽ 2018 എനിക്ക് സന്തോഷമായിരുന്നു. മഴക്കാലം വന്ന് മഴ പെയ്യുന്നു. പക്ഷെ കാലം തെറ്റിയുള്ള മഴക്കാലം എന്നൊക്കെ പറയില്ലേ, ജൂൺ ജൂലൈയിൽ ഉണ്ടാകുന്ന മഴക്കാലം ഓഗസ്റ്റിലാണ് 2018 വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും വലിയ താമസമൊന്നുമില്ല, ഓഗസ്റ്റിലാണ് മര്യാദക്ക് മഴ പെയ്ത് തുടങ്ങുക. അതുവരെയൊക്കെ ഒരു വേനൽക്കാലം ഫീലാണ് 2018. അപ്പോൾ ഓഗസ്റ്റ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മഴ പെയ്ത് ഞങ്ങളുടെ എല്ലാ കൊല്ലവും ഞങ്ങളുടെ എൻ്റെ വീട് ഇരിക്കുന്നത് ഒരു പാട ഏരിയയിലാണ്. ചുറ്റിനും പാടമാണ്, നടുക്ക് ഒരു ഐലൻഡ് പോലെയാണ് എൻ്റെ വീടിൻ്റെ ഏരിയ ഇരിക്കുന്നത്. ഇവിടെ പാടം, ഇവിടെ പാടം, ഇവിടെ പാടം, ഇവിടെ പാടം. ഇതാണ് എൻ്റെ വീടിന്റെ ഫ്രണ്ട് വശം. അപ്പൊ ഈ കാണുന്നതാണ് വലിയ പാടമാണ്, അത്യാവശ്യം നല്ല രീതിക്ക് വലിയ പാടമാണ്. നടുക്കേ കൂടി ഒരു വഴിയൊക്കെ ഉണ്ട്. പക്ഷെ ആ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാടത്തിന്റെ ലെവലിൽ തന്നെയാണ് വഴി. അപ്പോൾ 3 സൈഡിലും വഴിയുണ്ട്. ഇങ്ങോട്ട് ഒരു വഴിയുണ്ട്, അങ്ങോട്ടേക്ക് ഒരു വഴിയുണ്ട്, ഇങ്ങോട്ടേക്ക് ഒരു വഴിയുണ്ട്. ഇതെല്ലാം ഈ പാടത്തിന്റെ നടുവിൽ കൂടെയാണ് പോണ വഴികൾ. ഞാൻ ഇനി ഒരിക്കൽ ഹോം ടൗണിന്റെ ഒരു വീഡിയോ ചെയ്യാട്ടോ, അതാവുമ്പോഴത്തേക്ക് എൻ്റെ വീടിന്റെ ഏരിയാസും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് പറയാനാണെങ്കിൽ, മഴ പെയ്ത് വെള്ളം കയറുകയാണെങ്കിൽ, പെയ്ത്ത് വെള്ളമാണെങ്കിലും ഡാം തുറന്നിട്ടുള്ള വെള്ളമാണെങ്കിലും ഒരു ലെവൽ വരെ കയറത്തുള്ളൂ. എൻ്റെ ആ ടൈമിൽ, ആ കാലഘട്ടം വരെ, 8ാം ക്ലാസ് ആ കാലഘട്ടം വരെ ആ ഒരു ലെവലിൽ നിന്ന് വിട്ട് എൻ്റെ വീടിന്റെ കോമ്പൗണ്ടിലേട്ടോ. വീടിന്റെ കോമ്പൗണ്ട് എന്നല്ല, ഞങ്ങളുടെ ഈ ഒരു കോമ്പൗണ്ട്, എൻ്റെ വീടിന് ചുറ്റിനും വീട്ടുകാരുണ്ട്. എല്ലാവരും ഞങ്ങൾ കസിൻസ് ഒക്കെ തന്നെയാണ്. റെയറായിട്ട് വാടകയ്ക്ക് ഒന്നും അല്ലാതെ ഒക്കെ താമസിക്കണവരേ ഉള്ളൂ. എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ആയിരുന്നു, കാരണം ഇത്രയും നാൾ മഴ പെയ്ത് പല ഡാമുകളും തുറന്നിട്ടുണ്ട്, ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് കയറിയിട്ടില്ല.
ഒരു തുള്ളി വെള്ളം പോലും കോമ്പൗണ്ടിലേക്ക് കയറിയിട്ടില്ല, ഈ ഡാം തുറന്നിട്ടുള്ള ഒരു തുള്ളി പോലും. കാരണം ഒരു ലെവൽ ഉണ്ട്, ആ ലെവൽ വിട്ട് വരത്തില്ല എന്ന് തന്നെയുള്ള കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് അങ്ങനെ തന്നെ കണ്ടേക്കുന്നത്. ആ ഒരു ലെവൽ വിട്ടിട്ട് വെള്ളം ഒരിക്കലും കയറിയിട്ടില്ല. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഞങ്ങളുടെ ഉള്ളിൽ, എന്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ എനിക്കപ്പോ ഇതിനെ കുറിച്ച് ആലോചിക്കാനും, വെള്ളപ്പൊക്കം വരുമോ, വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇതൊന്നും ചിന്തിക്കാനുള്ള ഒരു ഇതായിരുന്നില്ല. കാരണം 8ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓടി ചാടി കളിച്ച് ചിരിച്ചൊക്കെ നടക്കുന്ന ടൈമാണ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇച്ചിരി കൂടെ മെച്ചൂരിറ്റി ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ടൈമിലൊക്കെ അങ്ങനെ മെച്ചൂരിറ്റി എന്ന് പറയാനായിട്ട്, എന്നെ സംബന്ധിച്ച് എനിക്ക് മെച്ചൂരിറ്റി അങ്ങനെ ഉണ്ടായിരുന്നില്ല 8ാം ക്ലാസ്സിൽ. ഇപ്പോഴും സ്റ്റിൽ മെച്ചൂരിറ്റി ഒക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ 8ാം ക്ലാസ്സിൽ ഇങ്ങനെ വെള്ളം കയറിക്കാൻ ഇങ്ങനെ ആവും അങ്ങനെ ആവും ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഞങ്ങളിങ്ങനെ വെള്ളം നിറഞ്ഞപ്പോഴത്തേക്കും നോർമൽ ആദ്യം തന്നെ നിൽക്കണം. ഞങ്ങൾ ഓരോ പ്രാവശ്യം അവിടെ പോയി നോക്കും, അവിടെ പോയി നോക്കും. അവിടെ പോയിട്ട് ഓരോ കല്ലുകൾ എടുക്കും. കല്ലുകൾ എടുത്തിട്ട് ഇങ്ങനെ അളവ് വെക്കും, അല്ലെങ്കിൽ ഒരു കോലെടുത്ത് വരച്ചിടും. ഇതിനിപ്പുറത്തേക്ക് കയറുന്നുണ്ടാ, എന്തോരം സ്പീഡിലാണ് കയറുന്നത്, ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമായിരുന്നു. ആ ലെവൽ വിട്ട് ഇപ്പുറത്തേക്ക് വരൂല എന്നുള്ള കോൺഫിഡൻസിലായിരുന്നു. ആ ലെവൽ വിട്ട് വന്നിട്ടാണെങ്കിൽ പോലും ഇല്ലടി കയറില്ല. ഒന്നാമത് എൻ്റെ അപ്പയുടെ ചേട്ടന്മാരാണെങ്കിൽ എല്ലാവരും ഇവിടെ കളിച്ച് വളർന്ന ആൾക്കാരായതുകൊണ്ട് അവർക്ക് ഞങ്ങളേലും കോൺഫിഡൻസ് ആണ്. പക്ഷെ ഇവിടെ കല്യാണം കഴിച്ച് വന്നവർ, എൻ്റെ അമ്മ അടക്കം ആൻറ്റിമാരാണെങ്കിലും എല്ലാവരാണെങ്കിലും അവർക്ക് ഭയം ഉണ്ടായിരുന്നു കേട്ടോ. ഉള്ളിലൊരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. ആ ഭയം കൊണ്ടിട്ട് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളും എങ്കിലും പോവാതെ കിട്ടി എന്നുള്ളതാണ് സത്യം. അവർക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഫ്രണ്ടിൽ വന്ന് സംസാരിക്കുന്ന സാധനങ്ങൾ കയറ്റി വെക്കണ്ടേ. അപ്പൊ ഇങ്ങനെ സാധനങ്ങൾ കയറ്റി വെക്കണ കാര്യം പറയുമ്പോഴൊക്കെ എൻ്റെ അപ്പക്കൊക്കെ ഭയങ്കര എന്തൊക്കെ കളിയാക്കും, എടി കേറൂലാടി, എന്തിനും കയറ്റി വെക്കണം കേറൂലാടി എന്ന്. പക്ഷെ ഞാനും അമ്മയും, എനിക്ക് നല്ല ഓർമ്മയില്ല, ഞാനും അമ്മയും അനിയത്തിയും കൂടിയിട്ട് പായ അല്ലെങ്കിൽ ഏതെങ്കിലും ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് തുണികളൊക്കെ ഞങ്ങൾ ബെഡ്ഷീറ്റിലാക്കി അടക്കി വീണ്ടും ടെറസിൽ കയറണവിടത്ത് ഒരു ഇച്ചിരി സ്ഥലം കിടപ്പുണ്ട്, അവിടെ കയറ്റി വെക്കും. അതേ സ്ഥാനത്ത് ദിവാങ്കോട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും, ദിവാങ്കോട്ട് കയറ്റി നോക്കുന്നത്, ഫ്രിഡ്ജ്, മിക്സി, അതൊന്നും കയറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ TV എല്ലാം അങ്ങനെ തന്നെ വെച്ചേക്കാണ്. കാരണം TV ഒക്കെ കാണലുണ്ട്. അപ്പൊ ഇങ്ങനെ വന്ന് പറയുന്നുണ്ട്, എടി വെള്ളം കയറിയില്ല, നീ അന്ന് ഊരി കയറ്റണ്ട, വെള്ളം കയറത്തില്ല, അമ്മ കയറ്റണം കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ വന്ന് പറയും. പക്ഷേ ഞങ്ങളുടെ ഉള്ളിലാണെങ്കിൽ, ഞങ്ങളുടെന്നല്ല അമ്മയുടെ ഉള്ളിൽ നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അമ്മ ഓരോന്നായിട്ട് പറ്റാവുന്ന രീതിയിലൊക്കെ തുണികളൊക്കെ കയറ്റി, അതുകൊണ്ട് സ്റ്റിൽ ആ തുണികളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ സത്യം പറയട്ടെ 6ാം ക്ലാസ്സിലൊക്കെ ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ ഇപ്പോഴും ഇടാറുണ്ട് കേട്ടോ. എൻ്റെ 7ലെ യൂണിഫോം, ഞാനിവിടെ ചണങ്ങവേലി സ്കൂളിൽ പഠിച്ചപ്പോൾ 7ലുള്ള യൂണിഫോം ഒക്കെ ഇപ്പോഴും സ്റ്റിൽ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് അത്ഭുതമാണ്. കാരണം അത്രയും പോലും ഞങ്ങൾ കളഞ്ഞിട്ടില്ല, അതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും മാറ്റി തയ്ച്ചിടാന്നുള്ള രീതിയിലാണ് എടുത്ത് വെച്ചേക്കണത്. അപ്പൊ പറയാനാണെങ്കിൽ എന്തുവാ, ആ ടൈമിലാണെങ്കിൽ ഓരോ സാധനങ്ങളൊക്കെ അമ്മ എടുത്ത് കയറ്റുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ തറവാടിന്റെ സൈഡിലാ, ഇങ്ങനെ പാടത്തിന്റെ സൈഡിൽ തന്നെ തറവാടി ഇരിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ വീടുകൾ ഇരിക്കുന്നത് നല്ല ഹൈറ്റിലാണ്. അപ്പൊ വെള്ളം കയറില്ല എന്നുള്ള കോൺഫിഡൻസ് ആ ഒരു റീസൺ ആണ്. നല്ല ഹൈറ്റിലായതുകൊണ്ട് തന്നെ വെള്ളം കയറില്ല എന്നുള്ള കോൺഫിഡൻസ് ആണ്. ഓരോ പ്രാവശ്യം വെള്ളം കയറിയിട്ടാണെങ്കിലും ഇങ്ങോട്ട് കയറിയിട്ടില്ല. ഞാൻ ഇത് ജനിച്ചപ്പോൾ തൊട്ട്, ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് വെള്ളം പാടത്ത് കയറുന്നുണ്ട്. കയറിയിട്ടാണെങ്കിൽ ഇങ്ങോട്ട് കയറി ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കും ആ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. നമ്മളിങ്ങനെ ആ തറവാടിന്റെ പുറകെ പോയിരുന്നു, ചൂണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ്. കാരണം നേരത്തെ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കയറുന്നതിന് മുന്നേ നമ്മൾ പാടത്ത് പോയി ചൂണ്ടിടണം. വെള്ളം കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ എവിടെ വന്നേ വീടിന്റെ സൈഡിൽ നിന്ന് ചൂണ്ടയിട്ടാൽ മീൻ കിട്ടും. അങ്ങനെയായിരുന്നു. പിന്നെ ഒന്നാമത് മഴക്കാലമാകുമ്പോൾ ഇച്ചിരി മീൻ കൂടും. പിന്നെ ഇവിടെ ഫാമുകളൊക്കെ ഉണ്ടായിരുന്നു, മീൻ വളർത്തുന്ന ഫാമുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ വെള്ളം കയറിയിട്ട് ആ മീനുകളൊക്കെ പുറത്തേട്ട് വന്നതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മീൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചൂണ്ടയിട്ട അപ്പ കൊത്തും ആ കണക്കിനായിരുന്നു മീനുകൾ ഉണ്ടായിരുന്നത്. പിന്നെ ഒന്നാമത്തെ വെള്ളം ഏറി വരുന്നതുകൊണ്ട് തന്നെ നല്ല ഒഴുക്കുണ്ടായിരുന്നു. ആ വെള്ളം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ചെറുതായിട്ട് തന്നെ റോട്ടിൽ കയറി വന്നപ്പോൾ തന്നെ എന്തായിരുന്നു ഇവിടെ തിരക്കെന്നറിയും. എന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞ് കപ്പലണ്ടി വറുത്ത് വിറ്റ് കഴിഞ്ഞിട്ട് 10 പൈസ ഉണ്ടാക്കാന്ന് പറയും. കാരണം അമ്മാതിരി തിരക്കായിരുന്നു. ഇപ്പോഴും സ്റ്റിൽ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ വരും, കാണാൻ വരും. ഞങ്ങൾക്കാണ് ഞങ്ങളുടെ പാടത്തിന് ഒരു വിലയില്ലാത്തത്. പക്ഷെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പാടം കാണാനും നടക്കാനും ചില്ലായിട്ട് നടക്കാനൊക്കെ വരും. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാറില്ല സത്യത്തിൽ. ഇപ്പം ഇറങ്ങാറില്ല സത്യത്തിൽ. പണ്ടത്തെ പോലെ ഒന്നും അങ്ങനെ പാടം കാണാനോ അങ്ങനെ ഒന്നും പോക്കില്ല. പക്ഷെ പോകണമെന്നുണ്ട്, വെള്ളം കയറി വരുന്നുണ്ട്, അതുകൊണ്ട് പോകണമെന്നൊരാഗ്രഹമുണ്ട്. എന്തായാലും പിന്നെ അങ്ങനെ നടന്നൊന്നും പോക്കില്ലല്ലോ. ഞാൻ ഫുള്ള് സ്കൂട്ടറിലും കാര്യങ്ങളിലാണോ ഇപ്പൊ പോകുന്നത്. ഒരു ദിവസം ഞാൻ നിർത്തിയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത്. പക്ഷെ ഇന്നലെ റോട്ടിലേക്ക് ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അന്നത്തെ പോലെയല്ല, ഇന്ന് ചേച്ചി ഇങ്ങനെ ഒത്തിരി ഇതായിട്ടുള്ളൂ, കയറി വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്നലെ ഒന്നും മഴ അധികം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടാകും.
പിന്നെ ഞാൻ ഒന്നും പോയി നോക്കിയിട്ടില്ല കേട്ടോ. ഇന്ന് ക്ലാസ്സില്ലാത്തതുകൊണ്ട് അങ്ങനെ പുറത്തിട്ട് ഇറങ്ങിയിട്ടില്ല. വണ്ടിയും കൊണ്ട് അപ്പം പോവുകയും ചെയ്ത്. അതുകൊണ്ട് അങ്ങനെ പുറത്ത് ഇറങ്ങിയിട്ടില്ല. ഇനി പുറത്ത് പോകണം എന്ന് വിചാരിച്ചാണ് എവിടെയെങ്കിലുമൊക്കെ ഹസ്ബൻഡ് വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് വെച്ചാണ്. പക്ഷെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് 2018 അമ്മ ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ കയറ്റി വെക്കുമ്പോഴാണെങ്കിലും അപ്പയാണെങ്കിലും അപ്പയുടെ ചേട്ടന്മാരാണെങ്കിലും ഇങ്ങനെ കയറൂല എന്നുള്ള അന്യായ കോൺഫിഡൻസ് ആണ്. കാരണം അവർ ചെറുതിലെ തൊട്ട് കാണാണ്ട് ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്ക് ഇത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് എന്തോരം ഉണ്ടാവും. കാരണം അവരുടെ ചെറുപ്പത്തിലെ തൊട്ട് ഈ വെള്ളം ഇങ്ങനെ നിറയണത് കാണണതാണ്. അതുകൊണ്ട് അവർക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. കാരണം ഇങ്ങോട്ട് കയറില്ല എന്നുള്ള കോൺഫിഡൻസ്. കാരണം ഞങ്ങൾക്ക് താഴെ കുറച്ച് വീടുകളുണ്ട്. ആ വീടുകൾ എന്തായാലും കയറും. കാരണം ആ വീടുകളിൽ ആ പാടത്തിന്റെ ലെവൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വീടുകൾ ഇരിക്കുന്നത്. അപ്പൊ മതിലിന്റെ പൊക്കത്തിലും മതിൽ കഴിഞ്ഞിട്ടും കയറണമെങ്കിൽ ആ വീടുകളിൽ കയറിയിട്ടുണ്ട്. അവിടെയാണെങ്കിൽ ഓരോ ഓഫീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വീടുകളെന്ന് പറയാ, പക്ഷെ ഒരു 2 വീടാണുള്ളത്. ഒരെണ്ണം വീടും ബോംബെയിലുള്ള ആൾക്കാർ ഇടയ്ക്ക് വന്ന് താമസിക്കുന്ന വീടാണ്. അവർ നാട്ടിൽ വരുമ്പോൾ മാത്രം താമസിക്കണം. അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, AC അടക്കം, ബെഡ്, എല്ലാ അടക്കം സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി എന്നിട്ട് റീപർച്ചേസ് ചെയ്ത് വെച്ച് ഓരോ പ്രാവശ്യം അവർ റീപർച്ചേസ് ചെയ്ത് വെക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ക്ലീൻ ചെയ്യാനൊക്കെ ആൾക്കാരെ വിട്ട് ക്ലീൻ ചെയ്യും, എന്നിട്ട് റീപർച്ചേസ് ചെയ്ത് വെക്കും. ഇപ്പുറത്തെ സൈഡിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഫ്രണ്ടിലാണ് ഈ നേരെ ഫ്രണ്ടിലാണ് വരുന്നത് ആ വീട്. ഇപ്പുറത്തെ സൈഡിൽ ഒരു വീടും കൂടി ഉണ്ട് പാടത്തിരിക്കുന്നത്. അത് ഓഫീസായിരുന്നു കേട്ടോ. എന്തോ ഒരു കമ്പനിയുടെ ഓഫീസായിരുന്നു. അവിടെ ഒരുപാട് കമ്പ്യൂട്ടറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പും പിന്നെ കറങ്ങുന്ന കസേരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ പോയി എന്നുള്ളത് സത്യം. ഒക്കെ പോയി, വെറുതെ തൂക്കി വിൽക്കാവുന്ന രീതിയിലായിപ്പോയി. അതാണ് സത്യം. അപ്പം പറഞ്ഞു തന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കയറ്റി വെച്ച് അമ്മ ഓരോ ഇങ്ങനെ മുൻകൂർ കരുതലെടുത്തിട്ട് ഓരോന്നോരോന്നൊക്കെ കയറ്റി വെക്കണുണ്ട്. അപ്പോഴും എൻ്റെ ഉള്ളിലാണെങ്കിലും എൻ്റെ വീട്ടുകാരുടെ ഉള്ളിലാണെങ്കിലും വെള്ളം കയറില്ല എന്നായിരുന്നു. പക്ഷേ 2 ദിവസമായി. ഒരു ദിവസം ഉച്ച ആയില്ല, ഏകദേശം ഒരു 11 മണിയായപ്പോഴത്തേക്കും 11 ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു കേട്ടോ. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ. ഇരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ ഫയർഫോഴ്സ് വന്നിട്ട് പറഞ്ഞു, ഇവിടുന്ന് പെട്ടെന്ന് മറിക്കും, വെള്ളം കയറും. അമ്മാതിരി വെള്ളം ഇരച്ചാണ് വന്നത്. അന്ന് ഇടുക്കി ഡാം തുറന്നു വെള്ളത്തിന് കയ്യും കടക്കൂല്ലാണ്ടാണ് വന്നത്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പാടത്തിന്റെ നടുവിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ച് കയറണമെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ കാണാം. ഞങ്ങൾ അപ്പോഴാണ് എനിക്ക് ടെൻഷൻ ആയത്. പക്ഷെ അത്രയും നേരം ഞാൻ ചിരിച്ചും കളിച്ചിരുന്ന ഞാൻ അപ്പൊ ഇങ്ങനെ ഫയർഫോഴ്സ് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രക്ഷപ്പെടുന്നു പറഞ്ഞു. വാ അപ്പുറത്തേക്ക് അടുത്താന്ന് പറഞ്ഞു. അപ്പൊ എന്നെയൊക്കെ ഞാനൊക്കെ ഇപ്പൊ ചെറുതാണ്, പീക്കിരി കുട്ടികളാണ്. അപ്പൊ എന്നെ എൻ്റെ അനിയത്തിനെയും അതേപോലെ തന്നെ അക്കുനെയും പിന്നെ ചേട്ടന്മാരൊക്കെ തനിയെ നടന്നു പോയി. അല്ലാണ്ട് കുറച്ച് കുഞ്ഞു പിള്ളേരൊക്കെ അങ്ങനെ ഫയർഫോഴ്സ് തോളത്തെടുത്തിട്ട് കടത്തി. അതേപോലെ തന്നെ അമ്മമാരെയൊക്കെ ട്യൂബിലിരുത്തിയിട്ട് ആണ് കടത്തി. അപ്പോൾ ഇങ്ങനെ ട്യൂബിലിരുത്തി കടത്തി. അപ്പൊ കടന്ന് എനിക്ക് ഏകദേശം ഒരു പകുതി ആയപ്പോഴാണ് എന്നെ തോളത്തെടുത്ത് ആ ഫയർഫോഴ്സ് നടന്ന് ഇപ്പുറത്തേക്ക് വന്നപ്പോഴാണ് അവിടെ നിറച്ച ആൾക്കാർ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പുറത്തേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഒരു എഫക്റ്റ് എനിക്ക് മനസ്സിലായത്. കാരണം അപ്പൊ ഞങ്ങളോട് പറഞ്ഞ് വാ നമുക്ക് പോകാതെ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിലെ TVയും കാര്യങ്ങളൊന്നും കയറ്റിയിട്ടില്ലല്ലോ. അപ്പൊ അവരവിടെ നിന്നിട്ട് അത് കയറ്റിയിട്ട് അവർക്ക് നീന്താനും കാര്യങ്ങൾ അറിയാം. അപ്പൊ എനിക്ക് അതൊന്നും മൈൻഡിൽ വന്നില്ല. നീന്താൻ അറിയാം, ഇവിടെ ജനിച്ച് വളർന്നുകൊണ്ട് അവർക്ക് നീന്താൻ അറിയാം. അപ്പൊക്കെ മുങ്ങാങ്കുഴി ഇട്ട് നീന്തി പോണ ആൾക്കാരാണ്. അപ്പൊ അപ്പൊ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഞാൻ വന്നേക്കാം, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഞാൻ അപ്പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് എന്നെ 6ാം ക്ലാസ് പഠിപ്പിച്ചൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്റർ അവിടെ നിൽക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും അതെ, പേര് ഗ്രേസി എന്നാണ് കേട്ടോ. എന്നെ 6ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ആ സിസ്റ്റർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഓപ്പോസിറ്റിൽ നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഒരു എഫക്റ്റ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇപ്പഴത്തേക്ക് കടക്കണേന് മുന്നേ പാടത്തിന് നടുക്ക് വെച്ചിട്ട് ഒറ്റ കച്ചിലായിരുന്നു. കരഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് കരഞ്ഞു. അമ്മയുണ്ട്, അനിയത്തിയുണ്ട്, ഞാനുണ്ട്. അപ്പ മാത്രമില്ല, അപ്പനെ ചേട്ടന്മാരും എല്ലാവരും അപ്പുറത്ത് നിൽക്കാണ്. അപ്പൊ നിന്നപ്പോഴത്തേക്കും എന്റെ മനസ്സിൽ വന്നത്, അയ്യോ ഇങ്ങനെ 8ലല്ലേ, ചിന്തിക്കാനുള്ള ഇതില്ല, നീന്താൻ അറിയാമെങ്കിലും ഈ വെള്ളം വന്നതും അപ്പയുടെ പേഴ്സും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ വെള്ളത്തിൽ ഒഴുകിയിട്ട്. അപ്പോൾ പാൻ കാർഡും ATM കാർഡും എല്ലാം നഷ്ടപ്പെട്ടതായിരുന്നു. ലൈസൻസ് ഇതൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ അതിന്റെ വെള്ളത്തിന്റെ ഒഴുക്ക് നല്ലപോലെ എനിക്ക് അറിയായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചേ, 8ലല്ലേ, എത്തുമ്പോ അത്രയും ചിന്തിക്കണല്ലോ. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അപ്പൊ ഞാൻ ഒഴുകി പോവോന്ന് ഞാൻ ആലോചിച്ചിട്ട് ഞാൻ എടുത്തിട്ട് പോന്ന്. എന്നെയും എടുത്തു, പുറകെ അനിയത്തിനെ തോളത്ത് കയറ്റി ഇരുത്തിയിട്ടാണ് എടുത്തോണ്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഞാൻ ആലോചിച്ചു, എന്തുവാ
ഇപ്പുറത്ത് വന്നപ്പോ ആലോചിച്ചത് ഇത്രയും എഫക്റ്റ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ടിവിയിലൊക്കെ കണ്ട് ഓരോരുത്തരൊക്കെ മരിച്ചു. ഇപ്പൊ ഇങ്ങനെ ഞാൻ ടിവിയിലൊക്കെ കണ്ട് കുറെ പേര് മരിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടതിന്റെ ഒരു ഓർമ്മ എന്റെ മനസ്സിൽ കിടക്കണമെങ്കിൽ അപ്പൊക്കെ എന്തെങ്കിലും പറ്റുമോന്ന് വിചാരിച്ച് ഞാൻ നേരെ വന്ന് ഞാൻ പറഞ്ഞ ഗ്രേസി സിസ്റ്ററിന്റെ ഫ്രണ്ടിലാണ് വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വന്ന് ഇറങ്ങി സിസ്റ്ററിന് മുമ്പിൽ നല്ല കച്ചില. അപ്പൊ സിസ്റ്റർ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചത്. സിസ്റ്റർ ഇപ്പൊ എവിടെയെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് ചേർത്ത് പിടിച്ചിട്ട് ഒന്നും പറ്റൂല, അപ്പൊ എന്താ കല്യാണിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പ വന്നില്ല. അപ്പൊ എന്നോട് ചോദിച്ചപ്പോ അപ്പ വന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പൊ സിസ്റ്റർ എന്നോട് പറഞ്ഞു അപ്പനെ നമുക്ക് വിളിക്കാം, വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് ഒരു കൈ തന്ന് കരഞ്ഞോണ്ടാണ് ആരാണ്ടൊക്കെ എന്റെ സൈഡിൽ കൂടെ കരയണ്ട, വിഷമിക്കണ്ട, അപ്പൊ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോണുണ്ട്. സിസ്റ്റർ അപ്പനെ വിളിച്ചിട്ട് എന്റെ കയ്യിലേക്ക് ഫോൺ തന്നു. ടെൻഷൻ കൊണ്ടിട്ട സിസ്റ്റർ അങ്ങനെ വിളിച്ചിട്ട് ഫോൺ എന്റെ കയ്യിലേട്ട് വന്നിട്ട് പറഞ്ഞു അപ്പ എവിടെ, അപ്പൊ വന്നില്ലേന്ന് ചോദിച്ചു. ചോദിച്ചപ്പോ പറഞ്ഞു സാധനങ്ങൾ കേട്ടാലുണ്ട്, വന്നോളാം, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ കൊണ്ട് പോയി. ഒന്നാമത് എനിക്ക് ആൾക്കാരെ കണ്ടതിന്റെ ടെൻഷൻ, കാരണം അത്രയും ആൾക്കാർ അപ്പുറത്തപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടുക്കെത്തിയപ്പോഴേ ഞാൻ ആലോചിച്ച് ദൈവമേ ആ പുള്ളിക്കാരൻ എന്നെ എടുത്തിട്ട് വന്ന ആളുടെ കഴുത്ത് വരെ വെള്ളം, എന്റെ കാലൊക്കെ മുങ്ങി, കഴുത്ത് വരെ വെള്ളം ഉണ്ടായിരുന്നു. ആ കഴുത്ത് വരെ വെള്ളത്തിൽ വെച്ചിട്ടാണ് എന്നെ എടുത്തുകൊണ്ട് പുള്ളിക്കാരൻ നടന്നത്. അത്രയും എഫേർട്ട് നടക്കണതും പിന്നെ ടി വിയിൽ കണ്ട വാർത്തകളൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് പെട്ടെന്ന് അപ്പൊക്കെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ കരഞ്ഞത്. നല്ല കരച്ചിലെറിഞ്ഞു. അങ്ങനെ ക്യാമ്പിൽ വന്നപ്പോ അമ്മേനെ കൊണ്ട് ക്യാമ്പിൽ പോയി. എന്തോ ജീപ്പിലൊക്കെ കയറ്റിയിട്ടാണ് ക്യാമ്പിലേക്ക് കൊണ്ടുപോയത്. ഇവിടെ അടുത്ത് തന്നെ ഒരു മഠത്തില്, സുഹൃത്ത് സദൻ എന്ന് പറഞ്ഞിട്ട് മഠത്തിലായിരുന്നു ക്യാമ്പ് ഉണ്ടായിരുന്നത്. ക്യാമ്പിൽ ചെന്നപ്പോ ഞാൻ ഓക്കെ ആയിട്ടാ, നല്ല ഓക്കെ ആയി. അപ്പോഴും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ക്യാമ്പിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സിസ്റ്റർമാരാണെങ്കിലും ഞായറാഴ്ച പള്ളിയിൽ നിന്ന് അച്ഛൻ വന്ന് കുർബാന എത്തിക്കും. അതേപോലെ തന്നെ ഫുഡാണെങ്കിലും കറക്റ്റ് സമയത്ത് എല്ലാവരും കമ്പൈൻ ചെയ്ത് ഫുഡ് കഴിക്കുക, എല്ലാവരും കമ്പൈൻ ചെയ്തിട്ട് വർത്താനം പറയാം. ഒന്നാമത് അറിയണ ആൾക്കാരാണ്. ഞങ്ങളിങ്ങനെ ഒരുമിച്ചൊന്നും താമസിച്ചിട്ടില്ല. എനിക്കിഷ്ടമാണ് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നത്. ഇപ്പൊ ട്രിപ്പ് പോകുമ്പോഴാണെങ്കിലും എനിക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം എല്ലാവരും ഒരുമിച്ചിരിക്കുക, എല്ലാവരും ഒരുമിച്ച് കഥകളൊക്കെ പറയാം, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്റ്റിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതുവരെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ വീട്ടിലെ ആൾക്കാരൊക്കെ എല്ലാവരും അങ്ങോട്ട് കിടക്കെ മാറി താമസിക്കണം. അപ്പൊ അവരൊക്കെ ഒരുമിച്ച് വീട്ടിൽ താമസിക്കുക. എനിക്ക് ഒരു ജോയിന്റ് ഫാമിലി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ ഒരുമിച്ച് കുക്ക് ചെയ്യുക, ഫുഡ് കഴിക്കുക, പിന്നെ എൻ്റെ കൂടെ കളിച്ചടന്നവര് എന്ന് വെച്ചാൽ ചൈൽഡ്ഹുഡിലെ കൂടെ കളിച്ചടന്ന എല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റ ഫാമിലി പോലെ നടക്കുക. പിന്നെ ഞങ്ങൾക്ക് രാത്രിയാണെങ്കിലും ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഓരോ വീടുകളിലായതുകൊണ്ട് രാത്രി ഞങ്ങൾ പിള്ളേരല്ലേ പുറത്തേട്ടൊന്നും നടക്കില്ല. അവിടെ രാത്രി ഓരോ സ്ഥലത്ത് പോയിരുന്ന് കളിക്കുക, ഓടിക്കളിക്കുക, ഒളിച്ച് കളിക്കുക, പിന്നെ ഒരുമിച്ച് ഫുഡ് കഴിക്കുക. പിന്നെ ഞങ്ങൾ ചോദിക്കുമ്പോൾ ബിസ്ക്കറ്റ്, ചോദിക്കുമ്പോൾ കഴിക്കാൻ ഓരോ സാധനങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് സിസ്റ്റർമാരാണെങ്കിലും ഇങ്ങനെ മിഠായിയൊക്കെ കൊണ്ടുവന്ന് തരും. അതൊക്കെ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കഴിഞ്ഞ് കുറേ ദിവസം, ഏകദേശം എത്ര ദിവസത്തോളം കിടന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും ഒരു 10 ദിവസം, 7-8 ദിവസം, 10 ദിവസത്തിനുള്ളിലൊക്കെ ആയിരിക്കും കിടന്നേക്കാം. പക്ഷെ ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയച്ച ദിവസം ഓണമായിരുന്നു. ഓണത്തിന് കിറ്റും കാര്യങ്ങളും, പിന്നെ ഞങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും, ബിസ്ക്കറ്റ് അവിടുത്തെ സ്പോൺസർ ചെയ്ത് കിട്ടി. കുറേ പേര് സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നോ, എന്തോരം ആൾക്കാരാണ് വന്ന് സ്പോൺസർ ചെയ്തതെന്ന് അറിയും. കിടക്കാനുള്ള സാധനങ്ങളാണെങ്കിലും ഡ്രസ്സുകളാണെങ്കിലും. ഞങ്ങൾക്കൊന്നും ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല. ഡ്രസ്സ് പോലും എടുക്കാണ്ട് കൈവീശി വന്ന കടക്കാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം അവിടുന്ന് ആൾക്കാർ രക്ഷാപ്രവർത്തനത്തിന് വന്ന ആൾക്കാർ പെട്ടെന്ന് വന്നിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഏത് കിടക്കണം ഒരു ചിന്തയാണ്. ഞങ്ങൾ ഒറ്റയടിക്ക് ഇറങ്ങിയിരുന്നു. എന്ന് 2 ജോഡി ഡ്രസ്സും കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പുതിയ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ കൂടെ നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പോകുന്ന ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫുഡ് ഐറ്റംസ് ആണെങ്കിലും ബിസ്ക്കറ്റ് ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് തന്നിട്ട് അങ്ങനെ വീട്ടിലേക്ക് തന്നുവിട്ട് അതിന് മുന്നത്തെ ദിവസം അമ്മയും അപ്പയും കൂടി വന്നിട്ട് ഞങ്ങൾ പറഞ്ഞിരിക്കണേന് തലേ ദിവസം വെള്ളമൊക്കെ ഇറങ്ങിയെന്ന് കണ്ടപ്പോഴത്തേക്കും അമ്മയും അപ്പയും കൂടി വന്നിട്ട് വീടിൻ്റെ അകത്ത് വന്നു. വീട്ടിലൊക്കെ നല്ല രീതിക്ക് ഒന്നുകൊണ്ട് വെള്ളം അത്രയും ദിവസം കിടന്നു. സൺസൈഡ് വരെയായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. വെള്ളം നിലത്തൊക്കെ നിറച്ച് ചെളിയായിരുന്നു. അമ്മയും അപ്പയും കൂടി വന്നിട്ട് ഫ്രിഡ്ജൊക്കെ തൂണിൽ ഇങ്ങനെ കെട്ടി വെച്ചേക്കും, ഫ്രണ്ടിൽ തൂണിൽ ഇങ്ങനെ കെട്ടി വെച്ചേക്കായിരുന്നു. കാരണം ഒഴുകി പോകാണ്ടിരിക്കാൻ വേണ്ടി സ്ലാബിന്റെ പുറത്ത് കെട്ടി വെച്ച് വന്നിട്ട് ഇങ്ങനെ കെട്ടി വെച്ചേക്കായിരുന്നു. ഫ്രിഡ്ജൊക്കെ ഉള്ളിലൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെ ഒരു കയ്യും കണക്കില്ലായിരുന്ന സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ചീത്തയും. പിന്നെ
സത്യം പറയാലോ, വീടിന് സത്യം പറഞ്ഞാൽ വെള്ളം കയറി ഇറങ്ങി എന്നുള്ള രീതിയിലല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു നാശനഷ്ടങ്ങളോ കാര്യങ്ങളോ വന്നിട്ടില്ല. വെള്ളം കയറി ഇറങ്ങി, പിന്നെ ഞങ്ങളുടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കാലക്രമേണ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളം അത്രയും ദിവസം കിടന്നൂല, അപ്പൊ സ്വിച്ചും വയറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ റീഫിറ്റ് ചെയ്തു. പിന്നെ മോട്ടർ പോയി, വെള്ളപ്പൊക്കത്തോടു കൂടി മോട്ടർ പോയി. മിക്സിക്കോ ഫ്രിഡ്ജിനോ വേറെ ഒരു ഉപകരണങ്ങൾക്കോ ടി വിയിൽ അപ്പൊ ഇങ്ങനെ പറഞ്ഞത് ഗവൺമെന്റ് ടി വി എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും ടി വിയുടെ തൊട്ടടിയില്, ടി വി മുങ്ങിയിട്ടില്ല, ടി വി മതിലാണ് ഫിറ്റ് ചെയ്ത് വെച്ചാണ്, അതിന്റെ തൊട്ടടിയിൽ വന്ന് വെള്ളം വന്ന് നിൽക്കുകയാണ്. കുറച്ചും കൂടി കഴിഞ്ഞായിരുന്നെങ്കിൽ ടി വി മുങ്ങിയാനെ. അപ്പൊ തന്നെ ടി വി അഴിച്ചിട്ട് ടി വി എടുത്ത് മേളിൽ കയറ്റി. ദിവാങ്കോട്ട് അമ്മ ഓൾറെഡി കയറ്റി വെച്ചിട്ട് പോയി, കാരണം അത് നനഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തില് അവതാളത്തിലാകും. അതിന് ദിവാങ്കോട്ടൊക്കെ മേളിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബെഡൊക്കെ കയറ്റി വെച്ചത് എനിക്ക് വലിയ കാര്യമായിട്ട് ഓർമ്മയില്ല. ബെഡൊക്കെ നനഞ്ഞു പോയി തോന്നുന്നു. ഇതൊക്കെ ആ സമയത്തുള്ള ബെഡല്ല കേട്ടോ, ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് മേടിച്ചിട്ടുള്ള ബെഡാ. അപ്പൊ ഇങ്ങനെ അമ്മ വന്നു. അപ്പൊ വീട്ടുകാരിങ്ങനെ തലേ ദിവസം വന്നു നോക്കിയപ്പോ വീട്ടിൽ നിറച്ച് ചെളിയാണ്, ഫുള്ള് ചെളിയാണ്. ഞങ്ങള് പ്രാർത്ഥിക്കണ രൂപക്കൂടി ഇരിക്കുന്ന സ്ഥലം, അതും നല്ല ഹൈറ്റിലിരിക്കുന്ന അവിടെ ഇങ്ങനെ അമ്മ ഇറങ്ങണതിന് മുന്നേ ആയിട്ട് ടി വിയുടെ റിമോട്ട് എടുത്തേ. എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതൊക്കെ. ടി വിയുടെ റിമോട്ട് കൈ കിട്ടി, എന്നാണ്ടൊക്കെ കൈ കിട്ടി. ഇലക്ട്രിക് സാധനങ്ങളായിരുന്നു. അതെടുത്ത് കൈ കിട്ടിയിട്ട് അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ വെച്ച്, ഇവിടെ കേറൂല എന്നുള്ള വിശ്വാസത്തിൽ അവിടെ വെച്ചു. ഞങ്ങൾ തിരിച്ചു വന്നു. എന്തോ ഭാഗ്യത്തിന് ബൈബിളും കാര്യങ്ങളും ഒന്നും അനക്കിയിട്ടില്ല, രൂപങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോഴും ഉള്ളിൽ അവിടെ കേറൂല എന്നുള്ള വിശ്വാസത്തിൽ അവിടെ വെച്ചിട്ട് പോയി. തിരിച്ചു വന്നപ്പോ അവിടെ കയറിയിട്ടില്ല, വെള്ളം അവിടെ കയറിയിട്ടില്ല. ടിവിയുടെ ജസ്റ്റ് വന്ന് കൊണ്ട് വെള്ളം കയറിക്കുന്നത് കയറുമായിരുന്നു. ടി വി അത് അയച്ചു വെച്ചോണ്ട് ടി വി നനഞ്ഞില്ല, ഒന്നും നനഞ്ഞില്ല. ഫ്രിഡ്ജ് എവിടെ കയറ്റി വെക്കാനാണെന്ന് ആലോചിച്ച് നോക്കി. ഇനി സ്ഥലമില്ല കയറ്റി വെക്കാനായിട്ട്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചു. പല ഡ്രസ്സുകളൊക്കെ ചെളിയിലായി പോയിട്ടുണ്ടായിരുന്നു, പല ഡ്രസ്സും. കുറെ അമ്മയുടെ സാരികള് എല്ലാം ഈ ചെളി വെള്ളത്തിലായിരുന്നു. അലമാരി ഫുള്ള് വെള്ളത്തിലായി. അമ്മ തിരിച്ചു വന്ന് നോക്കിയപ്പോഴത്തേക്കും നിലത്ത് നിറച്ച് ചെളി, വീടിന്റെ അകത്ത് നിലത്ത് നിറച്ച് ചെളി. അവർ നല്ലപോലെ അവിടുന്ന് ഞങ്ങൾക്ക് ബ്ലീച്ചും കാര്യങ്ങളൊക്കെ തെന്നി വീഴാണ്ടിരിക്കാൻ ബ്ലീച്ചും കാര്യങ്ങളും ക്ലീൻ ചെയ്യുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ചൂല് മേടിച്ചുകൊണ്ട് വന്ന് അടിച്ചു കഴുകി വീടും. ഇപ്പോഴും എന്റെ വീടിന്റെ സൈഡിൽ അപ്പൊ വരച്ചിട്ടൊരു പാടുണ്ട്, വെള്ളം ഇത്രയും കയറി എന്നുള്ള രീതിയിൽ അപ്പ വരച്ചിട്ട്. ഇപ്പോഴത്തെ സൈഡിൽ ഇച്ചിരി താന്നിട്ടിരിക്കണം, ഫ്രണ്ട് ഇച്ചിരി പൊങ്ങിട്ടിരിക്കണം, സൈഡ് ഇത്തിരി താന്നിട്ടിരിക്കണം. അപ്പൊ ഇങ്ങനെ വന്ന് സാധനങ്ങൾ എടുത്ത് വെക്കാൻ നേരത്ത് അവിടെ ഒരു വര വരച്ചിട്ട്, പേപ്പനാണോ അപ്പയാണോ, പേപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പയുടെ അനിയനാണ്. അപ്പൊ പേപ്പനാണോ അപ്പയാണോ എന്ന് അറിയാൻ പാടില്ല, ഇങ്ങനെ വരച്ചിട്ടിട്ട് ആ പാട് സ്റ്റിൽ ഇപ്പോഴും അവിടെ ഉണ്ട്. പെയിന്റ് അടിച്ചിട്ടില്ല വീടിന്റെ ഉള്ളിൽ ഈ അടുത്താണ് പെയിന്റ് അടിച്ചത്. വീട് പെയിന്റ് അടിച്ചിട്ടില്ല, പെയിന്റ് അടിക്കാത്തതുകൊണ്ട് ആ പാട് സ്റ്റിൽ അവിടെ കിടപ്പുണ്ട്. അത്രയും വെള്ളം കയറി ഇന്ന് ഇപ്പോഴാണ് ഞാനപ്പോ ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോ അവിടെ നിന്നപ്പോഴത്തേക്ക്, ഞാനൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ ഒന്നും ഒരു പൊടി പോലും കാണാൻ പറ്റൂല, അമ്മ അതിന് വെള്ളം വരുന്നു. അപ്പൊ ഇങ്ങനെ സൺസൈഡ് വരെ വെള്ളം കയറി ഇറങ്ങി, നല്ല ചെളി വെള്ളം. ഇങ്ങനെ 2-3 ദിവസം കിടക്കുമ്പോ അതിലെ ചെളി വെള്ളം ഇങ്ങനെ ഊറി നിലത്ത് ചെളിയായിരിക്കില്ല, ആ ചെളിയായിരുന്നു. അമ്മയൊക്കെ അടിച്ചു കഴുകി വൃത്തിയാക്കി. വീട് മുഴുവൻ മതിലടക്കം അടിച്ചു കഴുകി എന്നുള്ളതാ സത്യം. അടിച്ചു കഴുകി. അമ്മയുടെ സാരികളൊക്കെ, അമ്മയുടെ കല്യാണ സാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണ സാരി എടുത്തു വെച്ചോന്ന് എനിക്കറിയാൻ പാടില്ല. കുറെ സാരികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി. ചെളിയിലായിരുന്ന ഡ്രസ്സുകളൊക്കെ സോപ്പിട്ട് നല്ലപോലെ കഴുകി ഉണക്കി. ഏകദേശം ഒരാഴ്ചത്തോളം ഞങ്ങൾക്ക് വീട് വൃത്തിയാക്കണ ചുമതലയായിരുന്നു. ഓണത്തിന്റെ അന്ന് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചിങ്ങം 1-ന്റെ അന്നാണ്, അന്ന് ഒരു ഓഗസ്റ്റ് 15 ചിങ്ങം 1-ന്റെ അന്നാണ് വെള്ളം കയറി തുടങ്ങിയത്, നല്ല മഴയിട്ട്. ചിങ്ങം 1-ന്റെ അന്ന് പോയി എന്നാണ് തോന്നുന്നത്, ഓഗസ്റ്റ് 15. എൻ്റെ ഒരു ഓർമ്മയിൽ അങ്ങനെ എന്തോ ആണ്. മഴ എന്നിട്ട് കനത്താണ്. ഞങ്ങൾ അവിടുന്ന് 2 ദിവസത്തിനുള്ളിൽ പോയി. ഓണത്തിനന്ന് ഞങ്ങൾ തിരിച്ചു വന്നു. തിരുവോണം ആട്ടാന്ന് അന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്നു. ഇവിടെ വന്നിട്ട് ഈ പണിയാണ്, വീട് വൃത്തിയാക്കാം. ഫ്രണ്ടിലൊക്കെ ഇവിടെ വന്നപ്പില്ലേ, ഞങ്ങളുടെ ഈ ഏരിയയിലൊക്കെ പാടത്തിന്ന് ഒരു സീസൺ മേളിൽ പൊങ്ങിക്കിടക്കുന്ന പായലില്ലേ, പായലോ അങ്ങനെ എന്താ പറയുന്നത്, ആ പായലാണ് വീടിന്റെ മുറ്റത്ത്. ഇവിടെ വരുന്നില്ല ഈ പായല് ചീഞ്ഞിട്ടുള്ളൊരു മണമില്ലേ, പെരക്കാത്ത ആ മണം വരുന്നു. നമുക്ക് ആ മണം അടിച്ചടിച്ച് മണ്ണിപ്പോരും. എനിക്കപ്പോ മീൻ വളർത്തുന്ന ഭ്രാന്തൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഓടി വന്ന് നോക്കിയത് മീൻ നോക്കി. പിന്നെ എനിക്ക് പട്ടി ഉണ്ടായിരുന്നു, അവൻ അയച്ചു വിട്ടിട്ടാണ് പോയത്. അവൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കി, അതിൽ പൊക്കത്ത് കയറ്റി വെച്ചിട്ട് അത് ചുമന്ന മീനായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ മേടിച്ചത്.
പൈസ കൂട്ടി വെച്ച് മേടിച്ചതാ. അത് ഞാനിങ്ങനെ ഒരു ചില്ലിന്റെ കുപ്പിയിൽ ഇങ്ങനെ ഇട്ട് വെച്ചേക്കായിരുന്നു, മേടിക്കേറ്റി വെച്ചു. അതവിടെ ജീവനോടെ ഉണ്ടോ നോക്കി, അതും ജീവനോടെ ഉണ്ട്. വന്നപ്പോൾ തന്നെ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത്. അങ്ങനെ പിന്നെ ഞാൻ വീട്ടിൽ അലക്കുന്നതൊക്കെ മടക്കാനും അതേപോലെ വിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഇങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്ത് ആണ് പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഈ 2018 പറ്റിയിട്ടുണ്ട് കേട്ടോ. പണ്ടൊക്കെ ഇപ്പോഴും അതെ, ഇപ്പോഴും ഞങ്ങൾക്ക് ആ 2018 പേടി എങ്ങനെയുണ്ടോ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. വീടിന്റെ ഉള്ളിലൊക്കെ ഈ അടുത്ത് പെയിന്റ് അടിച്ചോളൂ. അപ്പൊ ഞങ്ങളിങ്ങനെ ആലോചിക്കായിരുന്നു, ഞാൻ ഇങ്ങനെ പറയായിരുന്നു, പെയിന്റ് അടിച്ചിട്ട് ഏകദേശം 2 ആഴ്ച 3 ആഴ്ചത്തോളം ആവുന്നുള്ളൂ. വെള്ളം കാര്യം കയറി കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ തന്നെ വീടാവത്തില്ലേ എന്നിങ്ങനെ പറയായിരുന്നു. കാരണം പെയിന്റ് അടിച്ച് അപ്പൊ എന്റെ പഴയ വീഡിയോസ് കാണുന്നവർക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ വലിയ കാര്യമായിട്ട് അങ്ങനെ പെയിന്റ് അടിച്ചല്ല, ഞാൻ തനിയെ പെയിന്റ് അടിച്ചതാണ് കേട്ടോ. ഞാനും അപ്പ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റൂം ഇപ്പൊ ഞാൻ അടിച്ചതാണ്, അങ്ങനെ തനിയെ അടിച്ചിട്ടുണ്ടായിരുന്നതാണ്. കാരണം പൈസയും കാര്യങ്ങളും കൊടുക്കാനില്ല, ഒരാളെ നിർത്തി അടിക്കാനുള്ള പൈസയും കാര്യങ്ങളും ഇല്ല. അപ്പൊ സ്വന്തമായിട്ട് അങ്ങോട്ട് അടിച്ച്. രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിന്റ് അടിക്കാൻ വേണ്ടി പൊക്കത്തിൽ ലാഡറിൽ കയറി, ഈ പണ്ടത്തെ സിനിമയിലൊക്കെ കാണൂലേ, ലാഡറിൽ നിന്ന് താഴെ വീണ് പെയിന്റും പാട്ട് അങ്ങനെ തലയിൽ കൂടി മറിഞ്ഞ് ഇങ്ങനെ നിൽക്കണതൊക്കെ. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് എനിക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പെയിന്റ് അടിച്ച് ഈ മൂലക്കേന്നാണ് അടിച്ചത്. ഈ മൂലക്ക അടിച്ച് ഇവിടെ ലാഡർ വെച്ചേക്കായിരുന്നു. ലാഡറിൽ അപ്പൊ ഇവിടെ ഇങ്ങനെ തൈൽമിഷൻ കിടപ്പുണ്ട്. തൈൽമിഷത്തിലാണ് ഞാൻ ഫോൺ വെച്ചേക്കുന്നത്. അപ്പൊ തൈൽമിഷൻ കിടപ്പുണ്ട്. തൈൽമിഷത്തിന്റെ തുമ്പത്ത് ഞാൻ ചവിട്ടി. അമ്മ പറഞ്ഞത് നടുക്ക് ചവിട്ടണം, നടുക്ക് ചവിട്ടി കഴിഞ്ഞാൽ പൊങ്ങൂല, എനിക്ക് അങ്ങനെ ഇറങ്ങാലോ എന്ന് പറഞ്ഞു. കാരണം ആ മൂലക്ക് ഇതുകൊണ്ട് ഇറങ്ങാത്ത ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നടുക്ക് ചവിട്ടിയതിന് വരെ തുമ്പത്ത് ചവിട്ടിയപ്പോ എന്റെ മനസ്സിൽ എനിക്ക് ഇങ്ങനെ തോന്നിയായിരുന്നു, തുമ്പത്ത് ചവിട്ടിയാൽ പൊങ്ങൂലേ, തിരിച്ചു കയറാം. പക്ഷെ തിരിച്ചെനിക്ക് കയറാനും പറ്റുള്ള, തുമ്പത്ത് ചവിട്ടിയിട്ട് ഈ ഭാഗം അങ്ങനെ പൊങ്ങി പോകുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിൽ ഇതങ്ങോട്ട് മറിഞ്ഞ് എന്റെ കാലയിലേട്ടും വീണ്. പെയിന്റ് പൊക്കത്തിരുന്നേച്ചാൽ ലാഡറിന്റെ പൊക്കത്തിരുന്നേച്ചാൽ പെയിന്റ് നേരെ മറിഞ്ഞ് എന്റെ തലയിലേക്കും. അങ്ങനെയാണ് തലയിലേക്കും. ഞാൻ പച്ച പെയിന്റിൽ കുളിച്ചിരിക്കണേന് ഞാൻ ഈ സിനിമയിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായി പെയിന്റ് അടിക്കണതിന്റെ ഇടയിൽ. അതൊക്കെ ഓരോ മെമ്മറീസ് ആണ് സത്യത്തില്. അപ്പൊ ഓരോരോ അബദ്ധങ്ങൾ അങ്ങനെ കാലയിൽ വീണു. കാലയിൽ ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു, അത് 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ മാറി. പിന്നെ കാലിൽ 2 മുറിവൊക്കെ ഉണ്ടായിരുന്നു. ഈ തൈൽ മെഷീനിൽ എന്താണ്ടൊക്കെ കുത്തിക്കൊണ്ടതാണ്, അതും ഒന്ന് ഉണങ്ങി വരുന്നുണ്ട്. അപ്പൊ തനിയെ അടിച്ച പെയിന്റാണ്. അപ്പൊ ഞാനിങ്ങനെ ഇത്ര എഫേർട്ട് എടുത്ത് തനിയെ അടിച്ചിട്ട് വെള്ളമൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടിച്ചതൊക്കെ വെറുതെ ആവല്ലേ. ഞാൻ അതൊക്കെ ആലോചിക്കും കേട്ടാ. പുറത്തൊന്നും അടിച്ചിട്ടില്ല, വീണ്ടും പുറത്തൊന്നും അടിച്ചിട്ടില്ല, വീണ്ടും അകത്ത് മാത്രമേ അടിച്ചിട്ടുള്ളൂ. കാരണം വീണ്ടും വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ പിന്നെ കേടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അകത്ത് അടിക്കാന്ന് വിചാരിച്ചത്. പുറത്ത് ഇനിയിപ്പൊ പെയിന്റ് എടുക്കണമെന്ന് വിചാരിച്ചിരിക്കണ്. അത് ആളെ നിർത്തിയാൽ അടിക്കണം, നമ്മളടിച്ചാൽ ശരിയാവൂല. പുറത്ത് വീണ്ടും കത്തിപ്പോ നമ്മളല്ലേ കാണുന്നുള്ളൂ. പിന്നെ സീലിങ്ങും കാര്യങ്ങളൊന്നും റീടച്ച് ചെയ്യാനുണ്ട്. അപ്പൊ ആളെ നിർത്തുമ്പോൾ സീലിങ്ങും കാര്യങ്ങളും റീടച്ച് ചെയ്യിപ്പിക്കാം, പുറത്തും അടിപ്പിക്കാന്നുള്ള മൈൻഡിലാണ് ഇപ്പൊ നിക്കണത്. ഞങ്ങൾക്ക് വീടിന് വലിയ നാശനഷ്ടമൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പൈസയും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. വീട്ടിൽ സത്യം പറഞ്ഞാൽ വലിയ നാശനഷ്ടം ഉണ്ടായിരുന്നില്ല, ആ ടൈമിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് വീടിന്റെ ഓരോരോ ലൈറ്റ് സ്വിച്ചുകൾ അടക്കം പോയി തുടങ്ങിയത് കേട്ടാ. അത് അപ്പൊ പതുക്കെ പൈസ കൂട്ടി വെച്ച് അതൊക്കെ റെഡിയാക്കി, വീടിന്റെ പുറകെ തേക്കാനുണ്ടായിരുന്നു അതൊക്കെ തേച്ചു. അതിന് ഓരോന്നൊന്നും കരകയറി വരുന്നു. അങ്ങനെ മോട്ടറൊക്കെ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ ഇനി അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും, എനിക്ക് അന്ന് 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന വിഷമത്തേലും കൂടുതലായിരിക്കും. കാരണം ഞാൻ ഇത്ര എഫേർട്ട് ഇട്ട് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഒന്നും ഈ പൊക്കത്തിൽ നിന്നൊക്കെ വീണത് കൊണ്ട് നമുക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റില്ല. കാരണം ഞാൻ നല്ലപോലെ എഫേർട്ട് ഇട്ട് 3 ദിവസം കൊണ്ടാണ് എൻ്റെ വീട് ഏകദേശം വലിയൊരു ഹാള്, 2 റൂം, അടുക്കള, പിന്നെ വർക്ക് ഏരിയ, പിന്നെ സ്റ്റെപ്പിന്റെ മേളിലോട്ട് ഏരിയ ഉണ്ട്. ഇത്രയും സ്ഥലങ്ങളാണുള്ളത്. ഇത്രയും സ്ഥലങ്ങൾ ഞാനിങ്ങനെ ഇരുന്ന് രാവും പകലും ഇല്ലാണ്ട് രാത്രി 9 മണിക്കൊക്കെയാണ് പെയിന്റ് അടിച്ച് കഴിയണത്. ഞാൻ ഇങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് പെയിന്റ് അടിക്കാം. ഹാളൊക്കെ 3 കോട്ട് വരെ അടിച്ചിട്ടുണ്ട്. ബെഡ്റൂമൊക്കെ 2 കോട്ടിൽ നിർത്തി, ഹാള് നല്ല 3 കോട്ട് അടിച്ചാണ് നിർത്തിയേക്കണത്. അതേപോലെ കിച്ചന്റെ കുറച്ച് ഏരിയ കൂടി പെയിന്റ് അടിക്കാനുണ്ട്. അത് ഇന്നലെ ഞാൻ കുറച്ച് അടിച്ചു, ഇന്നും കൂടി അടിക്കാനുണ്ട്. അത് 3 ദിവസം കൊണ്ടൊക്കെയാണ് ഞാൻ പെയിന്റ് ഒക്കെ അടിച്ച് തീർത്തത്. ഹാളൊക്കെ അപ്പൊ ഇങ്ങനെ പെയിന്റ് അടിക്കുമ്പോഴും എന്റെ മനസ്സിലുണ്ട് വെള്ളം കയറി. ഞാൻ അമ്മേനോട് ചോദിച്ചു, വെള്ളം കയറി കഴിഞ്ഞാൽ ഈ അടിച്ചതൊക്കെ പോകൂലേ? അതിന്റെ ഒരു വിഷമൊക്കെ ഉള്ളിലുണ്ട് കേട്ടോ, അതിന്റെ ഒരു ടെൻഷനും ഉണ്ട്. അപ്പൊ എനിക്ക് ഈ 2018 എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വൃത്തികെട്ട ഒരു കാറ്റുണ്ടായിരുന്നു, ഒരു തണുത്ത കാറ്റ്. ഞാൻ മറക്കൂല. കാരണം വെള്ളം ഏറി വരുമ്പോഴും ഓരോ മഴ പെയ്യുമ്പോഴും ഒരു വൃത്തികെട്ട, എനിക്ക് ആ ഒരു കാറ്റ് 2018 മാത്രമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. അതിന് മുന്നത്തെ വർഷം ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഇപ്പൊ ഈ ഇന്നലെയൊക്കെ എനിക്ക് ആ മഴ പെയ്തപ്പോൾ ആ ഒരു കാറ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ട് എനിക്കറിയാൻ പാടില്ല ഞങ്ങൾ ഉണ്ടാവും, മുൻകരുതലും കാര്യങ്ങളൊക്കെ എടുക്കും, ഗവൺമെന്റും മുൻകരുതലും കാര്യങ്ങളൊക്കെ എടുക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. പക്ഷേ എന്നാലും എന്തെങ്കിലും ഒരു പാകപ്പിഴവ് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ജനങ്ങളുടെ വീടുകളാണ്, എത്ര കുടുംബങ്ങളാണ് വെള്ളത്തിലാവണേന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞങ്ങളുടെ വീട് മുങ്ങണോന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഞങ്ങൾ നോക്കും,
ടി വിയിൽ ഇങ്ങനെ നോക്കിയിരിക്കും. ആലുവയില് ശിവരാത്രി മണപ്പുറം ആ അമ്പലം മുങ്ങുമ്പോഴാണ് ഞങ്ങളുടെ ഇവിടെ വെള്ളം ഏറി വരാം. മുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളമായി. അത് മുങ്ങണത് ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കും. ആ ഓം നമ ശിവായ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടില്ല, ആ ഒരു ഭാഗം മുങ്ങണതും ആ മണപ്പുറത്തിന് ഈ വാർത്തയിൽ ഓരോ ഭാഗങ്ങൾ കാണിക്കുമ്പോഴും ഞങ്ങൾ ഇങ്ങനെ നോക്കി ഇരിക്കും, എന്തോരം മുങ്ങി. അത് മുങ്ങുമ്പോൾ ഇവിടുത്തെ കാര്യം വശപ്പശകായി തുടങ്ങും. അപ്പൊ അതാണ് ആകെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെ ആണെങ്കിലും വെള്ളം ഏറി വന്നപ്പോഴത്തേക്കും മണപ്പുറത്ത് വെള്ളം കയറിയായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ നോക്കി ഞങ്ങൾ ഇരിക്കായിരുന്നു. ദൈവം ഇനി അന്നത്തെ കൂട്ടാവോ എന്ന് ഞങ്ങൾ വിചാരിച്ച് ഇങ്ങനെ നോക്കി ഇരിക്കായിരുന്നു. എന്തായാലും ഇന്നിപ്പോ ഇത്തിരി മഴക്ക് കുറവുണ്ട്. ഇനിയിപ്പോ ബാക്കിയുള്ള ദിവസങ്ങൾ എങ്ങനെയൊന്നും ഒന്നും അറിയാൻ പാടില്ല. എന്തായാലും ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറും കഴിഞ്ഞ് കിട്ടിയാലാണ് ഒരു സമാധാനം നമുക്ക് വരാം. കർക്കിടക മാസമാണ്, മഴയുടെ മാസമാണ്, നല്ല സീനാണ്. അപ്പൊ എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. മഴക്കാലത്ത് തോട്ടിലേട്ടും പറമ്പിലേട്ടും അവിടെ ഇവിടെ ഒന്നും പോവാണ്ടിരിക്കുക. പിന്നെ ട്രാവലൊക്കെ പരമാവധി എന്തോരം കുറയ്ക്കാൻ പറ്റുമോ അത് അത്രയും കുറയ്ക്കുക. പിന്നെ വിനോദസഞ്ചാരം, ഓരോ വാട്ടർഫാൾസ് കാണാൻ പോലും, പുഴ കാണാൻ പോലും, അത് കാണാൻ പോലും ഒക്കെ നല്ല രീതിക്ക് കുറയ്ക്കാത്ത. കാരണം എവിടെ നിന്നാണ് അപകടം വന്നത് നമുക്ക് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. എത്ര പേരാണ് വെള്ളച്ചാട്ടത്തിൽ പെട്ടുപോകണത്, എത്ര പേരാണ് മണ്ണിടിച്ചിലിന്റെ അടിയിൽ പെട്ടുപോകണത്. ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ കാണാൻ പോണതായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വന്ന വഴിയായിരിക്കും. ഓരോ ചുരം ഇറങ്ങി വരുമ്പോഴൊക്കെ ഇങ്ങനെ മണ്ണിടിഞ്ഞ് മേത്തിട്ട് വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. അപ്പൊ എല്ലാവരും പുറത്തൊന്നും ഇറങ്ങാണ്ട് സേഫ് ആയിട്ടിരിക്കുക. വീട് പോലും നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത സമയമാണ്. അതൊക്കെ ഒരു വിധിയാണെന്ന് കരുതാം. പക്ഷേ സേഫ് ആയിട്ടിരിക്കുക. തോട്ടിലേട്ടും പുഴയിലേട്ടും ഒന്നും പിള്ളേരെ വിടാണ്ടിരിക്കുക. 2ഉം 4ഉം വയസ്സുള്ള കൊച്ചാണ്, കുഞ്ഞു പിള്ളേരാണ് കഴിഞ്ഞ ദിവസം തോട്ടിലെങ്ങാണ്ട് മുങ്ങി ഒഴുക്കിപ്പെട്ട് മരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിള്ളേരെയൊക്കെ സേഫ് ആക്കി വെക്കുക. ഓരോ ന്യൂസും കാണുമ്പോഴും വിഷമമാണ്. ഇവിടെ ഞാൻ അധികം ന്യൂസ് കാണുന്ന ഒരാളല്ല, പക്ഷെ അമ്മയുടെ അമ്മ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ഫുൾ ടൈം ന്യൂസ് സീരിയല്. അപ്പൊ എനിക്ക് ഈ ന്യൂസ് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. അതുകൊണ്ട് പരമാവധി ഞാൻ ന്യൂസ് കാണാറില്ല. പക്ഷെ ഇപ്പൊ കാണാണ്ട് നിവർത്തിയില്ല, ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കണം. ന്യൂസ് ഇങ്ങനെ സ്ഥിരം ഇങ്ങനെ വെച്ചേക്കും. അപ്പൊ അതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിലൊരു പേടിയാണ്. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കും. ഇപ്പൊ പുറത്ത് നല്ല മഴയാണ്. പറഞ്ഞ് നാക്കെടുത്ത് വായിലിട്ട് ഇട്ടുള്ളൂ. അപ്പൊ അതേ മഴയായി. കുറച്ച് മുന്നേ മഴ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ചെറിയൊരു മഴയായിരുന്നു. ഇപ്പൊ ഇച്ചിരി കൂടിയിട്ടുണ്ട്. എന്താണെങ്കിലും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഒന്ന് കമന്റ് വഴി അറിയിക്കാം. പിന്നെ വേറെന്താ, അത്ര തന്നെ.